അപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ആംബിലിക്കൽ ഹെർണിയ ഇങ്ങനെയാണ്, അതിൻ്റെ വേദന ഇങ്ങനെയാണ്, അതിൻ്റെ സർജറി ഇങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ഹായ്. അപ്പോൾ നമ്മൾ കുറേ നാളുകളല്ല, നമ്മൾ ഒരു 1.25 വർഷത്തോളമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇതേപോലെ വന്നിരുന്നു, ക്യാമറയുടെ മുന്നിൽ ഇരുന്നിട്ട് സംസാരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരു വൈക്ലഭ്യം, ഒരു നാണക്കേടൊക്കെ ഉണ്ട്. അതൊക്കെ പോട്ടെ. എനിക്ക് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് കാര്യമാക്കാതെ വിട്ട ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ വലിയൊരു കാര്യമായിട്ട് തീർന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഒരുപാട് യൂട്യൂബിലും അല്ലെങ്കിൽ ഗൂഗിളിലും അല്ലെങ്കിൽ അറിയുന്നവരോടൊക്കെ ചോദിച്ചിട്ടും എനിക്ക് മനസ്സിലാകാതെ പോയൊരു കാര്യം. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ച് ഇതിനെ പറ്റിയിട്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ആവണമെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ നോക്കുക. ഇത് ആരുടെ ജീവിതത്തിലും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ആർക്കെങ്കിലും ഒരു ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഞാൻ കുറേ ഇതിനെ പറ്റിയിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഒരറിവും കിട്ടിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് എനിക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഇടിപിടിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു. അപ്പം ഞാൻ പറയാൻ വന്ന വിഷയം ഹെർണിയനെ കുറിച്ചാണ്. ഹെർണിയ പല രീതിയിൽ ഹെർണിയകളുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഇങ്ങനെ ഹെർണിയനെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ആണുങ്ങൾക്കാണ് വരുന്നത് എന്നാണ് എൻ്റെ ഒരു കേട്ടറിവ്. കാരണം നമ്മളുടെ ഒരു ചെറിയ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ അതാണ് കേട്ടിട്ടുള്ളൂ. ആണുങ്ങൾക്ക് ഹെർണിയ വരാറുണ്ട്, അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാറുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചപ്പോൾ അതിനെ പറ്റിയിട്ട് എനിക്ക് ഒരു നേരിട്ട് ഒന്നും മനസ്സിലായിരുന്നില്ല. കാരണം ഞാൻ എൻ്റെ രണ്ടും സിസേറിയനായിരുന്നു. അപ്പോൾ സിസേറിയൻ്റെ ആ സമയത്ത് ഫസ്റ്റ് സിസേറിയനിൽ ഞാൻ നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ടുണ്ടായി. പക്ഷേ ഒരു 40 ദിവസം മാത്രം, നമ്മളിതിൽ പറയില്ല 40 ഗുളി. ആ 40 ഗുളി കഴിഞ്ഞപ്പോൾ ഞാൻ അത്യാവശ്യം ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഉമ്മയില്ല. അപ്പോൾ ആ ഉമ്മയില്ലാത്ത കാരണം കൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ സാധാരണയാണല്ലോ, നമുക്ക് ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പോൾ ഈ ഡെലിവറിയുടെ ടൈമിൽ ഞാനതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അതേപോലെ തന്നെ സെക്കൻഡ് ഡെലിവറിയും അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു കുഞ്ഞ് ഒരു 3 മാസമൊക്കെ ആയപ്പോൾ അബോർട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊരു വേദനയായിരുന്നു. പിന്നെ മൂന്നാമത്തത് എൻ്റെ മോള് ജനിച്ചപ്പോൾ ഫസ്റ്റത്തെ ഡെലിവറി പോലെ ഫസ്റ്റത്തെ എനിക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഛർദി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് ടൈമിൽ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, ഛർദി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ എനിക്ക് ഭയങ്കര ഒന്നാമത് അത്യാവശ്യം തടിച്ച ശരീരപ്രകൃതിയാണ് എനിക്ക്. പക്ഷെ ഭയങ്കര തടിയായിരുന്നു. വയറൊക്കെ ആൾക്കാർക്ക് എന്നെ കാണുമ്പോൾ തന്നെ ശ്വാസം മുട്ടുന്നു എന്ന് പറയാറുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രസവിച്ച് കഴിഞ്ഞാൽ അത് ഓരോ ഗർഭിണികൾക്ക് മനസ്സിലാവും. കാരണം ഒരു 7-8 മാസം കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിനെ ഒന്ന് കയ്യിൽ കിട്ടി നമുക്ക് നമ്മളെ കാര്യങ്ങൾ ഒന്ന് നീണ്ടു നിവർന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു മാനസികാവസ്ഥയായിരിക്കും. നമുക്കൊന്ന് കിടക്കണം എന്നുള്ളത്. അത് ഏതൊരമ്മമാർക്കും ഇത് കഴിഞ്ഞവർക്ക് അറിയാമല്ലേ. അപ്പോൾ അത് ഒരു വല്ലാത്തൊരു ഇതാണ്. രണ്ടും ചിലർ പറയും, നമ്മളെ കാരണന്മാരൊക്കെ പറയും രണ്ട് ഇതിലായി കഴിഞ്ഞാൽ നമുക്ക് ആശ്വാസം കിട്ടുമെന്ന് പറയുന്ന ആൾക്കാർ ഒരുപാടുണ്ട് നമ്മളെ ചുറ്റുവട്ടത്ത്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഒരുപാട് ഈ 9 മാസം കഴിഞ്ഞ് കുഞ്ഞൊന്ന് കയ്യിൽ കിട്ടിയിട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാമല്ലോ എന്നുള്ളൊരു. കാരണം ഞാൻ എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ഒരു ഇതാണ്. എനിക്ക് കുഞ്ഞൊരു സാധനം എടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടാവും. പ്രത്യേകിച്ചും ഉറങ്ങുന്ന നേരത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ തമിഴിൽ നിന്ന് കിടന്നുറങ്ങുന്ന ആളാണ്. എന്നാലേ എനിക്ക് ഉറക്കം വരുള്ളൂ. ഇപ്പോഴൊക്കെ കുറേയൊക്കെ മാറിയിട്ടാണ്. എനിക്ക് ചെരിഞ്ഞ് കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അങ്ങനെയൊക്കെ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രസവം രണ്ടാമത്തത് സിസേറിയനായിരുന്നു. സിസേറിയൻ കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ കുഞ്ഞിനെ എൻ്റെ കൈ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു, സമാധാനമായി, എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. ആ ഒരു ഇതിൽ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയില്ല. ഞാൻ ഇപ്പം താമസിക്കുന്നിടത്തൊക്കെ തന്നെ തിരിച്ച് വന്ന് 27 വരെ ഞാനൊരിടത്ത് കിടന്നിട്ടുണ്ടായിരുന്നു. 27 കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇടയിൽ എനിക്കൊരു സംഭവിച്ചിട്ടുണ്ടായി. ഞാനിതിപ്പോൾ പറയണ കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ ശ്രദ്ധിക്കാതെ ഉണ്ടായ കാര്യങ്ങൾ. കാരണം നമുക്ക് ഡെലിവറി ടൈം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പണികളൊക്കെ എടുത്തുകൊണ്ടിരുന്നു. കാരണം മൂത്ത മകനുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, എൻ്റെ കാര്യം നോക്കണം, അങ്ങനെ അലങ്കോലൊക്കെ ആയി കിടക്കുമ്പോൾ നമുക്കൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ കുഞ്ഞിനെ കൈ കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ, കാരണം പ്രത്യേകിച്ച് നമുക്ക് ഉമ്മയില്ല, അപ്പോൾ ഉമ്മ പറഞ്ഞു തരാനില്ല. അപ്പോൾ നമ്മ എന്താക്കും, നമ്മളെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തിരുന്നു.
ആ ഒരു ഇത് വന്ന് അധികം കുനിഞ്ഞൊന്നും എടുക്കാൻ പാടില്ല, തണ്ടലിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ എനിക്ക് ആദ്യത്തെ പ്രസവത്തിലായാലും എനിക്ക് തണ്ടൽ വേദന അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ എനിക്കൊരു ചെറിയ അഹങ്കാരം ഉണ്ടായിരുന്നു, എനിക്കതില്ലല്ലോ എന്നുള്ളത്. എല്ലാവരും പറയും എനിക്ക് തണ്ടൽ വേദന, പക്ഷേ എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്കില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രസവ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ല. നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കണം. ഓരോ സ്ത്രീകളും അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറക്കായാലും പറയുന്നതാണ്, എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നമ്മൾ പ്രസവശേഷം നമ്മളുടെ ശരീരം വളരെ വ്യത്യസ്തമായ ഇതിൽ കൂടെയാണ് കടന്നു പോകുന്നത്. നമ്മളുടെ ആരോഗ്യത്തിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ നമ്മളുടെ പ്രായത്തിൻ്റെ ടൈമിൽ നമ്മൾ ഒന്നും ശ്രദ്ധിക്കാതെ ഇരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത്. അതിനുള്ളത് ഇപ്പം ഞാൻ അനുഭവിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞു വന്നത് എനിക്ക് വന്ന രീതിയിൽ ഈ ആംബിലിക്കൽ ഹെർണിയ എന്ന് പറഞ്ഞിട്ട് സംഭവം വന്നത്, അത് ഞാൻ അപ്പോഴും ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഇങ്ങനെ പ്രസവമൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ വയറ് ചെറിയ രീതിയിൽ, ഞാനിവിടെ ഒരു ഇത് വെക്കാം, ചെറിയ രീതിയിൽ എനിക്ക് പൊക്കിളിന് ഭയങ്കര ഇറക്കമായിരുന്നു. ശരിക്കും ഇത്രയും ഒരു കുഴി ഉണ്ടായിരുന്നു, വലിയ കുഴിയായിരുന്നു. അതൊന്നും തടിച്ച പ്രകൃതമാണല്ലോ, അപ്പോൾ ഇത്ര കുഴി ഉണ്ടായിരുന്നു. പക്ഷെ കുറേ നാളുകൾക്ക് ശേഷം ആ ഒരു ഇത് ഇങ്ങനെ ഈ കുഴി ഇങ്ങനെ ഇല്ലാതായി വരുന്നത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിക്കും. പിന്നെ ഞാൻ മൈൻഡ് ചെയ്യില്ല, കാരണം നമ്മളെ മക്കളുടെ കാര്യങ്ങളായി, പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ തലയിലായപ്പോൾ നമ്മളെ ശരീരത്തിന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് മട്ടിൽ വിട്ട്. അങ്ങനെ ഈ കുറച്ച് നാളുകളായിട്ട് എനിക്ക് ചെറിയ വയറുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മെൻസസിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. മെൻസസിൻ്റെ ടൈമിൽ ഒരു ചെറിയ വേദനയല്ല, നല്ല വയറുവേദനയായിരുന്നു. അപ്പോൾ ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച്, അപ്പോൾ സ്കാനൊക്കെ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയൊരു ഫൈബ്രോയിഡ് ഉണ്ട്, അത് ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാവരും ഇതിലുള്ളതാണ് എന്ന് പറയും. ഞാൻ ഹസ്ബൻഡിനോട് പറയും എനിക്ക് ഫൈബ്രോയിഡാണ്, എനിക്കെന്തോ വയറുവേദന എടുക്കണം. ഈ മെൻസസിൻ്റെ ടൈമിലാണ് ഭയങ്കര കൂടുതലുണ്ടാവുക. അപ്പം ഞാനത് അങ്ങനെ പറയും, ഗുളിക കഴിക്കും, കുറയും. അങ്ങനെ ഈ ഇടയായിട്ട് ഭയങ്കര ഗ്യാസ്ട്രിക്കിൻ്റെ പ്രോബ്ലം ആയിരുന്നു. എന്ത് കഴിച്ചാലും പെട്ടെന്ന് വയറ്റിൽ ഗ്യാസ് വന്ന് നിറയും, വയറുവേദന. അപ്പോൾ എനിക്ക് എന്നാലും ഞാൻ കഴിക്കാതിരിക്കില്ല. ആ വയറുവേദന വന്ന് മാറും. ഗ്യാസിന് കുറേ ജീരകം കലക്കി കുടിക്കും, അല്ലെങ്കിൽ വെളുത്തുള്ളി അല്ലി കുടിക്കും, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക്കിൻ്റെ ഗുളിക കഴിക്കും, ഡോക്ടറെ കാണും. അങ്ങനെയായിരുന്നു. പിന്നെ എനിക്ക് പിന്നെ ചെറിയൊരു ഹോട്ടലുണ്ട്. അപ്പോൾ ആ ഹോട്ടലിൽ ടൈമിനനുസരിച്ച് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. മറ്റുള്ളവർക്ക് നമ്മൾ വിളമ്പി കൊടുക്കുന്ന ആ ടൈമിൽ എനിക്ക് ചിലപ്പോൾ ആ ടൈമിലൊന്നും കഴിക്കാൻ പറ്റിയെന്ന് വരാറില്ല. അപ്പോൾ ടൈം വ്യത്യാസങ്ങൾ വന്നിരുന്നു. ഈ ഒരു വർഷത്തിൻ്റെ ഇടയിലാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇതേപോലെ കടയിൽ ചോറ് തീർന്നു പോയി. അപ്പോൾ എനിക്ക് കഴിക്കാനില്ല, നല്ല വിശപ്പ്, 3 മണിയൊക്കെ ടൈമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഒരു പൊറോട്ട എടുത്തിട്ട് ചൂടാക്കി അത് കഴിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2 മാസത്തോളമായി ഇത് സംഭവം നടന്നിട്ട്. ആ ഒരു പൊറോട്ട, ഒരേ ഒരു പൊറോട്ട ഒരു ഇച്ചിരി എന്തോ ഗ്രേവി ആയിട്ട് കഴിച്ച് റബ്ബേ, അന്ന് തുടങ്ങിയ വയറുവേദന എനിക്ക് 2 മാസം പോവാത്ത ഹോസ്പിറ്റലുകളിലില്ല, ഒന്നുമില്ല. എനിക്കെന്ന് വെച്ചാൽ ഈ ഹെർണിയനെ പറ്റിയിട്ട് ഒന്നും അറിയണില്ല. ഹെർണിയ സ്കാൻ ചെയ്ത് ആംബിലിക്കൽ ഹെർണിയ, പിന്നെ എന്തോ ഫാറ്റി ലിവർ, അത് തടിയുള്ള എല്ലാവർക്കും ഉണ്ടെന്ന് ഡോക്ടറാണ്. നിങ്ങൾ തടി കുറക്ക്. ഈ ഹെർണിയയുടെ കാര്യം പറയും, ഇതെന്തായാലും നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യണം, പക്ഷെ അതത്ര പെട്ടെന്നൊന്നും വേണ്ട. ഇന്ന് ചെയ്താലും നല്ലത്, നാളെ ചെയ്താലും നല്ലത്, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞാലും. ഇത് അത്ര സീരിയസ് ആയ ഒരു കാര്യമല്ല. അപ്പം എനിക്ക് എന്തിങ്ങനെ വയറുവേദന, എന്ത് കഴിച്ചാലും പച്ചവെള്ളം കുടിച്ചാലും വയറുവേദന. എവിടെ നിന്നാണ് എനിക്ക് വേദന വരുന്നതെന്ന് മനസ്സിലാവണില്ല. എനിക്ക് ബാക്ക് പെയിന്, അത്ര നാളില്ലാത്ത ബാക്ക് പെയിന്, അങ്ങനത്തെ ഒക്കെ വേദനകൾ സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യും എനിക്കെന്തോ വേറെ എന്തോ മാരകമായ ഒരു രോഗമാണ് എനിക്ക് പിടിച്ച. എല്ലാവരോടും ദേഷ്യം, സങ്കടം, മക്കളോട് പറയണം ഞാൻ എന്തായാലും മരിച്ചു പോകും. എനിക്ക് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അവരോടൊക്കെ എനിക്ക് വല്ലാത്ത ദേഷ്യം വരും. ഇങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചവരോട് കുറേ പഠിച്ചവരോട് പറഞ്ഞ് കരയും. ഇനി എനിക്ക് ജീവിക്കാൻ പറ്റൂല, എനിക്കെന്തോ ഇതാണ്. ഹോസ്പിറ്റലിൽ ഞാനിപ്പോൾ കർണാടകത്തിലാണ്, ഞാൻ കേരളത്തിൽ ഹോസ്പിറ്റലിൽ കാണിച്ച്, കാസർഗോഡ് കാണിച്ച്, അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് പോയി മംഗലാപുരം വരെയും ഫുള്ള് ഡോക്ടർമാരെ കാണിച്ച്, ഒരു 5-8 ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ടാവും ഡെയിലി. ചിലപ്പോൾ 2-3 നേരം ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് അവർ പറയും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിത് ഈ വേദന എന്താണ്, അപ്പോൾ എന്നോട് പറയും ഇത് ഹെർണിയയുടെ വേദനയാണ്. അപ്പോൾ ഞാൻ പറയും ഹെർണിയയുടെ വേദന ഇങ്ങനെയല്ല, കാരണം പല ടൈമിൽ പല വേദനകളാണ് നമുക്ക് മനസ്സിലാവും. അവസാനം ഒരു ദിവസം ഞാൻ ഇതേപോലെ തന്നെ, അപ്പോൾ എല്ലാവരും പറഞ്ഞു ഓപ്പറേഷൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്
മൈക്രോസ്കോപ്പി വഴി ചെയ്യണം. അപ്പോൾ അത് നോക്കിയപ്പോൾ അത് 3-3.5 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങളിൽ അത്ര 3.5 ലക്ഷം രൂപയോളം നമ്മളതിൽ എടുക്കാനില്ല. അതാവുമ്പോൾ അത്ര റെസ്റ്റ് വേണ്ട, കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ളൊരിതായി. അപ്പോൾ അത്രയും വേണ്ട. അപ്പോൾ എനിക്ക് ടെൻഷനായി, റബ്ബേ ഈ ഓപ്പറേഷൻ ഇല്ലാതെ ഇതൊന്നും മാറിക്കിട്ടാൻ വല്ല വഴിയുണ്ട്. അങ്ങനെ സെർച്ച് ചെയ്യൽ തുടങ്ങി. ഞാനിങ്ങനെ ഈ ഗൂഗിളിലും യൂട്യൂബിലും ഇങ്ങനെ നമ്മളെ കൊണ്ടാവുന്ന പോലെ ആൾക്കാരോട് ചോദിക്കുന്നു, ഇതിൻ്റെ വേദന എങ്ങനെയാണ്, ഡോക്ടർമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നതല്ലേ നമുക്ക് ഇതാവുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല. എല്ലായിടത്തും ചോദിച്ചു, എനിക്ക് കിട്ടുന്നില്ല, ഇതെന്ത് വേദനയാണെന്ന്. അവസാനം ഒരു ദിവസം ഹോസ്പിറ്റലിൽ തന്നെ പോയി. ഹസ്ബൻഡിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് പറ്റണില്ല, കാരണം മക്കൾക്ക് ഒട്ടും കാണാൻ പറ്റണില്ല. അങ്ങനെ കൊണ്ടുപോയി പെട്ടെന്ന് എന്നെ അഡ്മിറ്റ് ചെയ്ത് ഓപ്പറേഷൻ രാവിലെ പോയി. ഞങ്ങൾ 10 മണിയായപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി. 10 മണിക്ക് ഡോക്ടർ പറഞ്ഞ് 4 മണിക്ക് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. യാ അല്ലാ, ഞാൻ മനസ്സിൽ പോലും വിചാരിക്കണം ഓപ്പറേഷൻ വേണമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ വിചാരിച്ചത് ഇത്ര പെട്ടെന്നൊന്നും ഒന്നും കരുതി കൂട്ടിയിട്ടൊന്നുമില്ല. വെറുതെ ഇങ്ങനെ നമ്മൾ ഇട്ട ഡ്രസ്സോടുകൂടി പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത്, ഡോക്ടർമാർ പറഞ്ഞ് ഇത് ചെറിയൊരു ഓപ്പറേഷനാണ്, ഇതിന് കുഴപ്പമൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ വെച്ച് നമ്മളെ പൊക്കിളിൻ്റെ ഇവിടെ നിന്ന് ചെറിയ രീതിയിലൊന്ന് ഒന്ന് കീറിയിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ആക്കും. അതൊക്കെയാണ് യൂട്യൂബിൽ കാണിച്ചു തരുന്നത്. പക്ഷേ ഇതിൻ്റെ സർജറിനെ പറ്റിയിട്ട് ഒന്നും എനിക്കൊന്നും കിട്ടിയിട്ടില്ല. നമുക്കിതിനെ പറ്റിയിട്ടൊരു ബോധവും ഇല്ല. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. എന്നോട് പറഞ്ഞ്, ഞാൻ 10 മണിക്ക് പോയി. 10 മണിക്ക് എന്നോട് പറഞ്ഞ്, എന്തെങ്കിലും കഴിച്ചിട്ട് നിങ്ങൾ കഴിച്ചോന്ന് ചോദിച്ചാൽ ഇല്ല, നമ്മൾ കഴിച്ചിട്ട് നിങ്ങൾ റൂമിൽ പോയിക്കോ, വൈകുന്നേരം 4 മണിയാകുമ്പോൾ നമുക്ക് തിയേറ്ററിൽ കയറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ വിചാരം എന്നാൽ പിറ്റേ ദിവസം നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാനെന്തോ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് 2 ചപ്പാത്തി വേണം, 2 വട വേണം. കാരണം എനിക്ക് ധൈര്യമായി, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക്കിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിലോട്ടല്ലേ പോകുന്നത്. കാരണം എനിക്ക് ഭക്ഷണം കഴിക്കാനേ അത്ര ദിവസമായിട്ട് പേടിയായിരുന്നു. പക്ഷെ ഞാൻ വെയിറ്റ് കുറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതൊക്കെ കഴിച്ച് സമാധാനമായിട്ട്, ശരിക്കും വെള്ളം കുടിച്ചിട്ടില്ല, വെള്ളം കുടിക്കാനും പാടില്ല. അങ്ങനെ 1 ഗ്ലാസ് വെള്ളം കുടിച്ച് ഹോസ്പിറ്റലിൽ കയറി. അന്ന് ഫസ്റ്റ് ദിവസം തിയേറ്ററിൽ കയറ്റി. ഞാൻ കയറി ചെന്ന് തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി. അപ്പം മക്കളെയും ആളെയും കണ്ടപ്പോൾ എനിക്കൊരു ടെൻഷൻ. കയറപ്പോൾ എന്താവും അവസ്ഥ. 2 സിസേറിയൻ കഴിഞ്ഞിട്ടുണ്ട്. അന്നാണെങ്കിൽ നമുക്ക് തിരികെ വരുമ്പോൾ കുഞ്ഞുണ്ടാവും എന്നുള്ളൊരു ധൈര്യത്തിലാണ് പോണത്. എല്ലാം പടച്ചവന് ഇത് തവക്കൽത്തു അലതാന്നും പറഞ്ഞിട്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെയും എന്നെ ദ്രോഹിച്ചവരെയും എല്ലാവരെയും, എൻ്റെ ശത്രുക്കളെന്ന് പറയാൻ എനിക്ക് എന്നോട് ശത്രുതയുള്ളവർ അവരൊക്കെ മനസ്സിൽ കരുതിയിട്ട് ഉള്ളിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഇതിൽ കയറിപ്പോയി. അവിടെ ചെന്ന് ടേബിളുമൊക്കെ കിടത്തി. ശരിക്കും പറഞ്ഞാൽ എന്നെ സിസേറിയൻ ചെയ്യുന്ന ഒരു ഇതിൽ കൂടെ തന്നെയാണ്, ഒരു പ്രോപ്പറായ കാര്യങ്ങളാണ് ചെയ്തത്. കാരണം അനസ്തേഷ്യ ചെയ്തു. ഇതൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോയില്ല. എൻ്റെ വിചാരം വെറുതെ ഒരു മയക്ക് സൂചി വെക്കും, ഇത് തണ്ടലിന്. ഇപ്പം ഞാനിത് അറിയാത്തവർക്ക് പറഞ്ഞു തന്നെ കേട്ടോ. നമ്മളിങ്ങനെ കുനിച്ച് ഇങ്ങനെ ഇതാക്കി, ശരിക്കും നമ്മൾ സിസേറിയൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇത്, അതേപോലെ സൂചി ഇങ്ങനെ വെച്ച് പിന്നെ പതുക്കെ ഇറങ്ങി കൈകാലുകൾ മരവിക്കുന്നത്. അത് കഴിഞ്ഞ് പക്ഷേ മാസ്ക് സിസേറിയൻ്റെ ടൈമിൽ നമുക്ക് ഓക്സിജൻ മാസ്ക് ഒക്കെ വെക്കും. ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു അനസ്തേഷ്യ ഡോക്ടർ എൻ്റെ അടുത്ത് വന്ന് ബാക്കിൽ നിന്നിട്ട് സംസാരിക്കുന്നുണ്ട് നല്ല രീതിയിൽ. ഹസ്ബൻഡിന് എന്താ ജോലി, ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഉറങ്ങുന്നില്ല. ഞാൻ അതിൽ മയക്കം വരില്ല. ഒരു ഇതിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എൻ്റെ ശരീരത്തിൽ എന്തോ വെട്ടി മുറിക്കണതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ എനിക്ക് ഇതായി. പക്ഷേ ടൈം പോകണത് അറിയുന്നില്ല. ഭയങ്കര തണുപ്പ്, AC-യുടെ ഭയങ്കര തണുപ്പ്. അങ്ങനെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ മക്കളെ കണ്ട് എനിക്ക് സമാധാനത്തോടുകൂടി ICUവിൽ തന്നെ ആക്കി. എത്ര ടൈമായെന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷേ അവിടെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു, 3-3.5 മണിക്കൂർ എടുത്താവൻ. യാ അല്ലാ, ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഈ നമ്മളുടെ എന്താ പറയുക, ഈ അനസ്തേഷ്യയുടെ ഒരു തരിപ്പ് പോകുന്തോറും ശരീരത്തിലുണ്ടാവുന്ന വേദന, അപ്പോഴും നമുക്ക് ഈ മുറിവൊന്നും കാണാൻ പറ്റില്ല. നമുക്ക് സിസേറിയൻ കഴിയുമ്പോൾ മുറിവൊക്കെ ദിവസവും ക്ലീൻ ആക്കാൻ വരും, കാര്യങ്ങൾ വരും. പിന്നെ അതേപോലെ തന്നെ ഒരു പ്രത്യേകതയുണ്ട്, നമുക്ക് ഭക്ഷണം കഴിക്കാം. 24 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഡോക്ടർ പറഞ്ഞു. പക്ഷേ 3 ദിവസം ഞാൻ വെള്ളം കുടിക്കാൻ പോലും, ഈ ചൂട് കാലമല്ലേ, അത്ര ചൂടുള്ള ടൈം, വായയൊക്കെ വറ്റി വരണ്ടിട്ട് എനിക്ക് വെള്ളം കുടിക്കണം. ഡെയിലി രാവിലെ ആകുമ്പോൾ എനിക്ക്
ഛർദ്ദിക്കാൻ വരും. ഈ ഗ്ലൂക്കോസ് ഇങ്ങനെ കയറി കയറി ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയും. ഞാൻ പറയും എനിക്കൊന്നും ബാത്റൂമിൽ പോകണം, പക്ഷെ ബാത്റൂമിൽ പോകണേ യൂറിൻ ഇട്ടിട്ടുണ്ട്. ഞാൻ അനുഭവിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് സാധാരണയായിട്ട് ഒരു വിലയില്ലാതെ കാണുന്ന ഈ ഹെർണിയ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് കൂട്ടുകാരെ. അപ്പം ഇതേപോലെ ഇപ്പോഴും ചെയ്തിട്ട് എനിക്കിപ്പോൾ ഒരു 25 ദിവസത്തോളം ആയിട്ടുണ്ട്. ഞാനിതിൽ ഇവിടെ ഭാഗത്തിൽ കാണിക്കാം ഹെർണിയയുടെ ഓപ്പറേഷൻ ഇവിടെ നിന്ന് കാണിക്കാൻ പാടുണ്ടോയെന്നൊന്നും അറിയില്ല, പക്ഷെ ഞാൻ ബ്ലറായിട്ടെങ്കിലും കാണിക്കാം എത്രത്തോളം ഇത് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ സ്റ്റിച്ച് എടുത്തതും ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് സ്റ്റിച്ച് എടുത്ത് 8 ദിവസത്തോളം സ്റ്റിച്ച് എടുത്തിട്ടുണ്ടായില്ല. അത് 18 സ്റ്റിച്ച് ഉണ്ടായി. 18 സ്റ്റിച്ചിൽ 11 എണ്ണം ഫസ്റ്റ് എടുത്ത് ബാക്കി 7 എണ്ണം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എടുത്തത്. കാരണം എനിക്ക് തടിച്ച പ്രകൃതിയുള്ള കാരണം അത് പതുക്കെയാണ് എടുത്തത്. പക്ഷേ എങ്കിൽ എനിക്ക് വയറൊക്കെ ഉള്ള കാരണം ഈ കുനിയാനോ അല്ലെങ്കിൽ കിടക്കാനോ ഞാൻ ശരിക്കും പറഞ്ഞാൽ 3ാമത്തെ ആ പ്രഗ്നൻസിയുടെ ടൈമിൽ അനുഭവിച്ചത് ഞാൻ ഈ ടൈമിൽ അനുഭവിച്ചെന്നുള്ളതാണ്. തിരിഞ്ഞ് കിടക്കാൻ പറ്റില്ല, പിന്നെ കൈ കുത്തിയിട്ട് എണീക്കണം. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 23 ദിവസത്തോളമായി സംഭവം കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും ഇത് എൻ്റെ അനുഭവം, ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എൻ്റെ അനുഭവം നിങ്ങളോട് കൂടി ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ച്. ഇപ്പോൾ ഹോട്ടലുണ്ടായിരുന്നു, ഹോട്ടലിൽ കുറച്ച് ദിവസം പണിക്കാരെയൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. പക്ഷെ ഞാനില്ലാത്തതിൻ്റെ പേരിൽ അതും തകിടം മറിഞ്ഞ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും ഞാനൊന്ന് ഉഷാറായിട്ട് നമുക്കത് രണ്ടാമതും നമുക്കിതൊന്നല്ലല്ലോ വലുത്, നമുക്ക് നമ്മളെ ശരീരമാണല്ലോ വലുത്. ഫസ്റ്റ് നമ്മളെ പ്രയോറിറ്റി നമ്മളെ ശരീരമാണ്. അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നമ്മൾ സ്വന്തം ശരീരം നോക്കാം. ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ കെയർലെസ് ആവാതെ നമ്മൾ അതിനെ നല്ല രീതിയിൽ മുന്നോട്ട്. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. കാരണം ഞാൻ അന്നേ എന്നോട് ഫസ്റ്റ് ടൈമിൽ ഞാൻ വയറുവേദന എന്ന് ചെല്ലുമ്പോൾ ഡോക്ടർമാർ എനിക്ക് സ്കാൻ ചെയ്തപ്പോൾ ഇങ്ങനത്തെ ആംബ്ലിക്കൽ ഹെർണിയ എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അന്നത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞു, നീ തടി കുറക്കുമ്പോൾ ഇത് ഹെർണിയ വയറ്റിൽ ഇങ്ങനെ തള്ളി പോകുമെന്ന് പറയണ്ടായി. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കാതിരുന്ന് ഞാൻ നല്ല രീതിയിൽ ഫുഡ് കഴിച്ച് നല്ല രീതിയിൽ എൻ്റെ വയറൊന്നും കൂടെയും സിസേറിയൻ കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രസവരക്ഷ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്ന് ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഇത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാവോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയണ ആംബിലിക്കൽ ഹെർണിയ ഇതിൻ്റെ വേദന ചുറ്റും വയറിന് ചുറ്റും നമുക്ക് വയറുവേദന എടുക്കും. എന്തെങ്കിലും കഴിക്കുമ്പോൾ ഗ്യാസ്ട്രിക് പോലെ തോന്നും. അതേപോലെ തന്നെ ഛർദ്ദിക്കാൻ വരും. എനിക്ക് അങ്ങനത്തെ ഒന്നും ബുദ്ധിമുട്ടുണ്ടായില്ല, ഛർദി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഉള്ളതാണ് ഛർദ്ദിക്കാൻ വരും. അതേപോലെ തന്നെ വയറിങ്ങനെ നമുക്കിങ്ങനെ ഒരു സൈസ് നോവ് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് കുറേ പെയിൻ കില്ലർ എടുത്ത് കഴിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കണ്ടിട്ട് സർജനെ കണ്ടിട്ട് നിങ്ങൾ ഓപ്പറേഷത്തിന് തയ്യാറാവുക. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഇത്രത്തോളം നമുക്ക് പൈസ ഉള്ളവരുടെ കയ്യിലാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ രീതിയിൽ ചെയ്യാം. നമ്മളെപ്പോലെ സാധാരണക്കാർക്കാണെങ്കിൽ ഇങ്ങനത്തെ വയറ് കീറിയിട്ടുള്ള ഓപ്പറേഷനായിട്ടുണ്ടാവുക. അപ്പോൾ അതും നല്ല റെസ്റ്റിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ചെയ്യാം. അപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ആംബിലിക്കൽ ഹെർണിയ ഇങ്ങനെയാണ്, അതിൻ്റെ വേദന ഇങ്ങനെയാണ്, അതിൻ്റെ സർജറി ഇങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതിലെന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവാം. ഇതിനെപ്പറ്റി പറയാനുള്ള ആളൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടാകും. പക്ഷേ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാനിത് വിവരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ നമുക്ക് ടാറ്റാ.